ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1.25 കപ്പ് അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയാണ്. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിലുള്ള ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായി 200 ഗ്രാം ശർക്കര 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം വെച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണിത്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ശർക്കര ഉരുക്കിയതിന് പകരം പഞ്ചസാരയിൽ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന്റെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൈവച്ചൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ മാവ് ഒരുപാടങ്ങ് കട്ടിയായിട്ട് കുഴച്ചിട്ടെടുക്കരുത്, കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട്. എങ്കിലേ നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അകമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഈ മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ മാവ് കയ്യിലെടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലല്ല, കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് അതുപോലെ തന്നെ അങ്ങ് നുള്ളി ഇടുകയാണ് ചെയ്യുന്നത്. നല്ല വലിപ്പത്തിലുമല്ല, എന്നാൽ നല്ല ചെറുതുമല്ല, ഒരു ഇടത്തരം പരുവത്തിലാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിന്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും. എല്ലാം ഒരുപോലെ വെന്ത് കിട്ടാനായിട്ട് ഈ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഇട്ട് കൊടുത്തത് ആദ്യം തന്നെ വെന്ത് വന്നു. ഇനി അതെടുത്ത് മാറ്റാം. ഇത് അധികം എണ്ണ കുടിക്കുമെന്നോർത്ത് പേടിക്കൊന്നും വേണ്ട. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. ഇതിന്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിവിടെ പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇതിന്റെ അകമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.